സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4 നമ്പർ ബിൽ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3 നമ്പർ ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4 നമ്പർ ബിൽ എന്നിവ പരിഗണനക്കെടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3 നമ്പർ ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4 നമ്പർ ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുന്നുണ്ടോ? സർ, ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റി മേഖലയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അക്കാദമിക ഗുണമേന്മ വർധനവും അടിസ്ഥാന സൗകര്യ വിപുലീകരണവുമെല്ലാം സാധ്യമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. കരിക്കുലം സമഗ്രമായി പരിഷ്കരിച്ചുകൊണ്ട് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനും ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളെ ഡിഗ്രി തലം മുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താൽപ്പര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കാര്യമായ നടപടികൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈക്കൊണ്ടുവരികയാണ്. വിവിധ സർവകലാശാലകളിലെ പരീക്ഷകളും മൂല്യനിർണ്ണയവും ഫലപ്രഖ്യാപനവുമെല്ലാം സമയനിഷ്ഠയോടെ തന്നെ നടപ്പാക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ഏകീകൃത അക്കാദമിക് കലണ്ടറിന് രൂപം നൽകി അതിന് അനുസൃതമായ നിലയിൽ അക്കാദമിക പ്രവർത്തനങ്ങളും ഇതര പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സമർത്ഥമായ നേതൃത്വം നൽകിയിട്ടുള്ളത് നമ്മുടെ സർവകലാശാലകളിലെ ജനാധിപത്യ സംവിധാനങ്ങളായിട്ടുള്ള സിൻഡിക്കേറ്റുകളാണ്. കെയറിപ്പ് എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര എൻ്റർപ്രൈസ് റിസോഴ്സ് സംവിധാനം വിവിധ സർവകലാശാലകളിൽ ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. ഭരണപരവും അക്കാദമികവുമായ വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല നിലയിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് കെയറിപ്പ് എന്ന സംവിധാനം. ഇത്തരത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നുകൊണ്ട് പഠനവേളയിൽ തന്നെ തൊഴിലാഭിമുഖ്യം വളർത്തുന്ന വിധത്തിൽ ലേൺ വൈൽ യു ലേൺ സമീപനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇൻഡസ്ട്രി അക്കാദമിയ ബന്ധം ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ അവസരത്തിൽ സർവകലാശാലകളുടെ കാര്യക്ഷമത നല്ല നിലയിൽ ഉറപ്പുവരുത്തുന്നതിന് അതുമായി ബന്ധപ്പെട്ട എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണസമിതികളെയും കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ സിൻഡിക്കേറ്റുകൾ അത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വളരെ സമർത്ഥമായ ഇടപെടലുകളാണ് നടത്തുന്നത് എന്നുള്ളത് ഈ മേഖലയിൽ നേട്ടങ്ങൾ ആർജിക്കുന്നതിന് നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലുമെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും കൈവരിച്ച നേട്ടങ്ങൾക്ക് പിറകിൽ സിൻഡിക്കേറ്റുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സമീപകാലത്തായി ചില സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ പ്രകടിപ്പിക്കുന്നതും നാം കണ്ടുവരികയാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രത്യയശാസ്ത്രധാരകളെ പ്രതിഷ്ഠിക്കുന്നതിനും ആശയപരമായിട്ടുള്ള അന്തരീക്ഷം വളരെ യാഥാസ്ഥിതികമായ നിലയിൽ രൂപപ്പെടുത്തുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വന്നുകൊണ്ട് ചില കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി കൂട്ടിവെച്ച് തന്നെയാണ് സിൻഡിക്കേറ്റുകളെ അവഗണിക്കുന്ന നിലപാടുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റുകൾ വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിഷ്കർഷകൾ ജാഗ്രതാപൂർവം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. നിലവിൽ സിൻഡിക്കേറ്റുകൾ 2 മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നാണ് ആക്റ്റുകളിലും സ്റ്റാറ്റ്യൂട്ടുകളിലും നിബന്ധനയുള്ളത്. അതോടൊപ്പം വൈസ് ചാൻസലർമാർക്ക് ആവശ്യമെന്ന് തോന്നിയാൽ യോഗം ചേരാമെന്നും നിബന്ധനയുണ്ട്.
ഇതോടൊപ്പം സിൻഡിക്കേറ്റിലെ 1/3 അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നതിന് വൈസ് ചാൻസലറെ ചുമതലപ്പെടുത്തുന്ന വ്യവസ്ഥ ആക്ടിൽ ഉൾപ്പെടുത്തുന്ന ഭേദഗതിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത്. വളരെ കൃത്യമായ നിലയിൽ സാമൂഹ്യനീതി സങ്കല്പനങ്ങളും ജനകീയതയും ജനാധിപത്യ സ്വഭാവവുമെല്ലാം ഉറപ്പാക്കുന്ന വിധത്തിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണസമിതികളുടെ ഘടന നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഭരണസമിതികളുടെ ശ്ലാഘനീയമായ പ്രവർത്തനം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റങ്ങൾക്ക് നല്ല നിലയിൽ ഉപയോഗിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അത്തരം ജനാധിപത്യ സംവിധാനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് അവയുടെ കൂടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ സർവകലാശാലകൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിന് സഹായകരമായിട്ടുള്ള ഈ ഭേദഗതി ഉൾപ്പെടുന്ന ബിൽ അംഗീകരിക്കണം എന്നാണ് ഈ സഭയോട് അഭ്യർത്ഥിക്കാനുള്ളത്. 2 ബില്ലുകളുടെയും ചർച്ച ഒന്നിച്ച് നടത്താവുന്നതാണ്. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഈ ബില്ലിന് സമയനിഷ്ഠ പാലിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിരവധി പരിഷ്കാരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖല പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനും സർവകലാശാല നിയമങ്ങളിൽ വരുത്തേണ്ട പരിഷ്കരണം നിർദ്ദേശിക്കുന്നതിനായി കേരള സംസ്ഥാന സർവകലാശാല നിയമപരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. പ്രസ്തുത കമ്മീഷനുകൾ സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ സർവകലാശാലകൾ അറിവ് കൈമാറുന്നതിനും സൃഷ്ടിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള ഒരു സംവിധാനമായി മാറുന്നതിന് പകരം പരീക്ഷകൾ നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങളായി മാത്രം മാറിയിരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയും സർവകലാശാലകൾ അറിവ് നിർമ്മിക്കുകയും കൈമാറുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനായി സർവകലാശാലയുടെ നിയമപരമായ ചട്ടക്കൂടിൽ കമ്മീഷനുകൾ മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടുകളുടെ പരിശോധനയിൽ പ്രോ വൈസ് ചാൻസലറെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, പ്രോ വൈസ് ചാൻസലർ ചില അധികാരങ്ങൾ നിക്ഷിപ്തമാക്കുക, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അക്കാദമിക സ്വാതന്ത്ര്യം നൽകുക, ചില അധികാര സ്ഥാനങ്ങൾ പുനഃക്രമീകരിക്കുക, പുതിയ അധികാര സ്ഥാപനങ്ങൾ രൂപീകരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ കോളേജുകൾ രൂപീകരിക്കുക, റിസർച്ച് പാർക്കുകൾ സ്ഥാപിക്കുക തുടങ്ങിയ സംഗതികളിൽ കമ്മീഷന് നൽകിയ ശുപാർശകൾ നടപ്പാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ആക്ട് 1974, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് 1975, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആക്ട് 1985, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ആക്ട് 1996, കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ട് 1996 ഈ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തി വൈസ് ചാൻസലർ കുറഞ്ഞത് 2 മാസത്തിലൊരിക്കലെങ്കിലും സിൻഡിക്കേറ്റിൻ്റെ യോഗം വിളിക്കേണ്ടതാണ്. അതിൻ്റെ ആകെ അംഗങ്ങളുടെ 1/3 അംഗങ്ങൾ രേഖാമൂലം അഭ്യർത്ഥിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ യോഗം വിളിക്കേണ്ടതാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. സർ, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമായി UGC ഉപയോഗിക്കുകയാണ് എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. വൈസ് ചാൻസലർ നിയമനം അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗുണനിലവാരം ഉറപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമാണ് UGCക്കുള്ളത്. അതിനപ്പുറം സംസ്ഥാന സർക്കാരുകളെയും സർവകലാശാലകളെയും മേൽ അധികാരം പ്രയോഗിക്കുന്ന പ്രവണതയിലേക്ക് കേന്ദ്രം മാറിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ചരിത്രവും ഇതര സാമൂഹ്യശാസ്ത്രവും മാനവിക വിഷയങ്ങളും സങ്കുചിതമായ ഹിന്ദുത്വപരമായ വീക്ഷണങ്ങൾ മുൻനിർത്തി പുനഃസംഘടിപ്പിക്കാനുള്ള പരിശ്രമം അത്യന്തം തീവ്രമായി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർവകലാശാല തലത്തിൽ തങ്ങൾക്ക് നിയന്ത്രണമുള്ള മേഖലയിൽ എല്ലാ വർഗീയ ശക്തികളും ഇത് നടപ്പിലാക്കുന്നു. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തുമാറ്റിയ പാഠഭാഗങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഈ സമീപനത്തിൻ്റെ വ്യാപ്തി നമുക്ക് നന്നായി ബോധ്യപ്പെടും. ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ സംവരണം ഉൾപ്പെടെയുള്ള സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, മുഗൾ ചരിത്രം സംബന്ധിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതാണ്, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, എന്തിന് പരിണാമ സിദ്ധാന്തം പോലും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ വസ്തുതകൾ പോലും എന്ത് ചെയ്യുന്നു, പാഠഭാഗ ലഘൂകരിക്കുന്നതിൻ്റെ എന്ന പേര് പറഞ്ഞ് അതിൻ്റെ മറവിൽ ഒഴിവാക്കുന്ന ഒരു സമീപനം തുടർച്ചയായി കാണുന്നു സർ. എന്നാൽ കേരള ഗവൺമെൻറ് ഈ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്ന സംസ്ഥാനമായി
കേരളത്തെ മാറ്റുന്നതിനുള്ള ഭഗീരഥമായിട്ടുള്ള പ്രയത്നത്തിലാണ്. കഴിഞ്ഞ 4 വർഷക്കാലത്തിലേക്ക് 6000 കോടി രൂപ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചുവെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അവസാനത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് ആർട്ട് സൗകര്യത്തിൽ ആധുനിക ലൈബ്രറി, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, അതുപോലെ തന്നെ പല പുതിയ കാര്യങ്ങളിലും നൂതനങ്ങളായിട്ടുള്ള മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഒക്കെ മോഡലായിട്ടുള്ള പലതും നമുക്ക് അത്തരമുള്ള അന്താരാഷ്ട്ര സൗകര്യത്തിലേക്ക് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഗ്രാഫ് ഉയരുകയാണ്. പരിഷ്കാരങ്ങളുടെ ഭാഗമായി ലോകമെമ്പാടും പിന്തുടരുന്ന 4 വർഷ ബിരുദ സംവിധാനത്തിലേക്ക് കേരളവും പ്രവേശിച്ചിരിക്കുകയാണ്. ഒരേ സമയം തൊഴിൽ ലഭ്യത ഉറപ്പിക്കാനും ഗവേഷണ താല്പര്യം വികസിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ള ദ്വിമുഖമായ സമീപനമാണ് ഈ കോഴ്സിൻ്റെ കാതൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഗവേഷണത്തിന് ബിരുദതലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യമായി അവസരം നൽകാൻ ഈ കേരളം ഒരുങ്ങുകയാണ്. സാർവദേശീയ മാനദണ്ഡങ്ങളോടൊപ്പം നിൽക്കുന്ന ഗുണനിലവാരമുള്ള കലാലയങ്ങളിലേക്ക് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനായും കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതിനുമായുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നമ്മുടെ ഗവൺമെൻറ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. മികച്ച ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് നിലവാരമുള്ള സ്ഥാപനങ്ങളെ സർവകലാശാലകളാക്കുന്ന കാര്യവും പരിഗണിക്കാൻ കഴിയുമെന്ന് പോലും ഉള്ളൊരു നിലപാട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുകയാണ് സർ. സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന സർക്കാർ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തി ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാക് അക്രഡിറ്റേഷനുള്ള കേരളത്തിലെ 292 സ്ഥാപനങ്ങൾ അതിന് നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. കേരള മഹാത്മാഗാന്ധി സർവകലാശാല A++, കാലിക്കറ്റ് ഗുസാറ്റ് സർവകലാശാല A+ ഗ്രേഡ്, 22 കോളേജുകൾക്ക് AA+, 49 കോളേജ് A+, 82 കോളേജ് A ഗ്രേഡുകൾ. ഇങ്ങനെ വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ കേരളം കുതിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. വൈസ് ചാൻസലർ കുറഞ്ഞത് 2 മാസത്തിലൊരിക്കലെങ്കിലും സിൻഡിക്കേറ്റിൻ്റെ യോഗം വിളിക്കണമെന്ന അല്ലെങ്കിൽ വിളിക്കേണ്ടതാണെന്ന് ആ നിയമനിർമ്മാണത്തിലുള്ള ഈ മാറ്റം ഉദ്ദേശിച്ചിട്ടുള്ള ഈ ബിൽ ഞാൻ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്നു. താങ്ക് യു. ശ്രീ M. നൌഷാദ്, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും അതിന് കൂടുതൽ ഊർജം പകരുന്ന തരത്തിലുള്ളതാണ്. ആ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ഇന്ത്യയിലെ 10 സർവകലാശാലകൾ എടുത്താൽ അതിൽ 2 കേരളത്തിലെ സർവകലാശാലയാണ് സർ. 5-ാം സ്ഥാനമാണ് ഇന്ത്യയിൽ, 5-ാം സ്ഥാനമാണ് കേരള സർവകലാശാലയ്ക്ക്, 6-ാം സ്ഥാനമാണ് കുസാറ്റിൻ്റെ. 50 എടുത്താൽ അതിൽ 4 ഉണ്ട് സർ. കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മുഴുവൻ കോളേജുകളും എടുത്തു കഴിഞ്ഞാൽ 100 കോളേജ് എടുത്താൽ അതിൽ 18 കേരളത്തിൽ നിന്നുള്ളതാണ്. അതിൽ 4 സർക്കാർ കോളേജുകളും ഉണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ തകിടം മറിഞ്ഞുപോയ നമ്മുടെ അക്കാദമിക് കലണ്ടർ അത് നേരെയാക്കി, അതിനെ ക്രമവൽക്കരിച്ച് കൃത്യമായ പരീക്ഷകൾ നടത്തി, മൂല്യനിർണ്ണയം നടത്തി, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന തരത്തിലേക്ക് മാറി എന്ന് മാത്രമല്ല, കേറിപ്പ് എന്ന പദ്ധതി ഉപയോഗപ്പെടുത്തി ഇവിടെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ കുട്ടികൾക്ക് മൊബൈൽ ഫോണിൽ കിട്ടുന്ന തരത്തിലേക്ക് ഇന്നത്തെ ഈ ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ ആ സംവിധാനം ഉപയോഗപ്പെടുത്തി വളരെ സുതാര്യമായ തരത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കുകയാണ് മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലൊരു സംസ്കാരമുണ്ട് സർ. ആ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ കേരളത്തിലെ ഈ നേട്ടങ്ങൾ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഇല്ലാതാക്കി കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താൻ തങ്ങൾക്കൊരിക്കലും കേരളത്തിൽ അധികാരം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ സംഘപരിവാർ ശക്തികൾ അവർക്ക് കേരള നിയമസഭ പാസാക്കിയ നിയമം ഉപയോഗിച്ച് ഗവർണർ പദവി, ചാൻസലർ, നമ്മൾ പാസാക്കിയ നിയമമനുസരിച്ചിട്ടാണ് ഗവർണർ ചാൻസലറായി മാറിയത്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ കാശ് കൊണ്ടാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളുണ്ടാക്കിയ നിയമവും
നമ്മളുടെ കാശും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള വേദിയായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾ നടത്തുന്ന പ്രവർത്തനത്തെ ഉൾപ്പെടെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് കാണാതിരുന്നുകൂടാ. അവിടെയാണ് അതിൻ്റെ പ്രസക്തിയും. ഇവിടെ നേരത്തെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു അല്ലെ, വലുത് വങ്കിയിരിക്കുകയാണെന്ന് പറഞ്ഞതുപോലാണ് ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കടുകട്ടിയായിട്ടുള്ള സാധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ സെനറ്റ് യോഗത്തിൽ പോലും, നമ്മുടെ ചരിത്രത്തിൽ സെനറ്റ് യോഗത്തിൽ പോലും ചാൻസലർ പങ്കെടുക്കുകയാണ്. അങ്ങനൊരു രീതിയില്ല, നിയമപ്രകാരം പങ്കൊക്കെ എടുക്കാം. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും നേരിട്ടിടപെടും, എൻ്റെ കൺട്രോളിലാണ് എന്ന തരത്തിൽ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹൈക്കോടതി വിധികളെ ദുർവ്യാഖ്യാനം ചെയ്ത്, അവിടെ വൈസ് ചാൻസലർമാരെ സ്വന്തം ഇഷ്ടപ്രകാരം നിയോഗിച്ച് അവരെ ഉപയോഗിച്ച് ഈ സംഘപരിവാർ അജണ്ടകൾ സർവകലാശാലകളിൽ നടപ്പിലാക്കാനും പാഠ്യപദ്ധതികൾ വഴി ഈ വിഷം കുത്തിവെക്കാനും കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെ എന്താണ് സാർ? പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഷൂ എറിയുന്നു. എന്തൊരവസ്ഥയാണ്! എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും ഷൂ എറിയുക മാത്രമല്ല, വെടിവെച്ച് കൊല്ലണം എന്ന തരത്തിൽ പരസ്യ പ്രസ്താവനയും നടത്തുന്ന തരത്തിലേക്ക് രാജ്യം മാറി. വർഗീയമായ ചേരിതിരിവുണ്ടാക്കുകയാണ്. അദ്ദേഹം പിന്നോക്കക്കാരനായി പോയി എന്നുള്ളത് കൊണ്ടാണ്. അവിടെയാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പോലും രക്ഷയില്ലാത്തപ്പോ ഈ കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വിദേശ പഠനം നടത്തുന്നതിന് 25 ലക്ഷം രൂപ ഉൾപ്പെടെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ള നാടാണ് സാർ ഇത്. പ്ലീസ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ആ തരത്തിലുള്ള ഗവർണർ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെന്റ്, UGC തുടങ്ങിയ പ്രതിബന്ധങ്ങൾ മാത്രമല്ല, ഇവിടെ പ്രതിപക്ഷം, ഇവിടത്തെ UDF എന്നുള്ള പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തെ ഉപയോഗിക്കേണ്ടത്, ആ പ്രതിപക്ഷത്തിന്റെ നടപടികളെയും പ്രതിരോധിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അല്ല, 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. ഈ പ്രസംഗം ഇടയ്ക്ക് ഇങ്ങനെ തടസ്സപ്പെടുത്താതെ ഈ പോയിന്റ് പറയുന്നുള്ളൂ, ഇനി വേറെ പോകുന്നില്ല. ഒന്ന്, ഈ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ എന്തിനേയും ഏതിനേയും എതിർക്കുക. അവരുടെ കൂടാരം എന്താണ് സാർ? പാതിവില തട്ടിപ്പുകാർ, ഭൂമി തട്ടിപ്പുകാർ, ഗർഭഛിദ്രക്കാർ എന്നിവരുടെ കൂടാരമാണെന്ന് പ്രതിപക്ഷം. അവരുടെ നേതാവാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. അദ്ദേഹം ഈ കേരളത്തിന്റെ വികസനത്തിനും എതിരാണ്. എന്തെല്ലാം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ കൊണ്ടുവന്നോ അതിനെല്ലാം പരസ്യമായി ഞങ്ങൾ എതിർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നാഷണൽ ഹൈവേ ആയാലും, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും, വിഴിഞ്ഞം പദ്ധതി ആയാലും, നമ്മുടെ തുരങ്കപാതയായാലും, വയനാട് തുരങ്കപാതയായാലും പരസ്യമായി അതിനെ എതിർക്കുക എന്ന് മാത്രമല്ല, അല്ലാതെ കൊണ്ടുവന്നു. അപ്പൊ K-ഫോണിനെതിരെ കോടതി പോവുക, അവിടുന്ന് തിരിച്ചടി നേരിട്ടു. അതുപോലെ തന്നെ ഇതേ പറഞ്ഞ് തീർക്കട്ടെ, അതുപോലെ തന്നെ ഈ ക്യാമറയ്ക്കെതിരെ കോടതിയിൽ പോയി. അപ്പൊ ഈ തരത്തിൽ എന്നും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുകയാണ്. മറ്റൊരാളാണെങ്കിൽ സുപ്രീം കോടതി വരെ പോയി, എക്സലാജിക്കിന്റെ പേരും പറഞ്ഞ്. അവിടെ ഇപ്പൊ ഓരോ വിധി വരുമ്പോഴും, നേരത്തെ ഇവിടെ മന്ത്രി പറഞ്ഞു അടുത്ത അപ്പീലിന് പോകാനുള്ള വിധിയായിട്ടുണ്ട് എന്ന തരത്തിലാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ യോദ്ധ സിനിമയിലെ ഒരു ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രമുണ്ട്. ഓരോ മത്സരത്തിലും തോക്കുമ്പോൾ അടുത്ത പാട്ട് മത്സരത്തിന് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാള്യത മറയ്ക്കുന്ന തരത്തിലേക്ക് ആണ് ഇവരുടെ എല്ലാം സങ്കേതമാണ് ഈ പ്രതിപക്ഷം. അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കേരളം, ഈ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഈ കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും വേഗതയിലാക്കുന്നതിനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ ഭേദഗതി ഞാൻ അവതരിപ്പിക്കുകയാണ് സർ. താങ്ക് യു. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, ഞാൻ എൻ്റെ ഭേദഗതി അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യ സംവിധാനങ്ങളെയും സ്വയംഭരണാവകാശത്തെയും കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്നതാണ് ഈ ഭേദഗതി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അനഭിലഷണീയമായ പ്രവണതകളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാന്യരായ അംഗങ്ങളൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാനും അതിനോട് യോജിക്കുകയാണ് സാർ. ഏറ്റവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഏറ്റവും അധികം തെറ്റായ സമീപനം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ
കാവ്യവൽക്കരണത്തിന് വേണ്ടി നടത്തുന്ന ഏറ്റവും തെറ്റായ പ്രവർത്തനങ്ങളാണ്. ചരിത്രത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട്, ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തന രീതി അവലംബിക്കപ്പെടുകയാണ് സാർ. നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലും ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ, അതിനും മേലെ ചില ആളുകളെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ, അതേപോലെ തന്നെ മുൻപ് സർവകലാശാലകളുടെയൊക്കെ മേധാവികളായി ഏറ്റവും മികച്ച അക്കാദമീഷ്യന്മാരെ കണ്ടെത്തി നിയോഗിക്കുവാനും നിയമിക്കുവാനും ശ്രമിച്ചിരുന്നിടത്ത് ഇന്ന് സംഘപരിവാർ ആശയങ്ങളുടെ പ്രയോക്താക്കളാണ് എന്നുള്ള ഒറ്റ മാനദണ്ഡത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു അപജയത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ തലങ്ങൾ താഴോട്ട് പോയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അതേപോലെ തന്നെ ശാസ്ത്ര സത്യങ്ങളെയും യുക്തിചിന്തയെയും ഒക്കെ തമസ്കരിക്കാനും അവയൊക്കെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിന്നും തുടച്ചു മാറ്റാനും അതിനു പകരം ഐതിഹ്യങ്ങൾക്കും കെട്ടുകഥകൾക്കുമൊക്കെ പ്രോത്സാഹനം നൽകാനുമുള്ള പുതിയ തലമുറയെ ഏറ്റവും വലിയൊരു അന്ധകാരത്തിലേക്ക് നയിക്കാനുള്ള തെറ്റായ സമീപനങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ ഒരു തിരുത്തുന്നതിന് വേണ്ടിയുള്ള, പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഈ ബില്ലിന്റെ ഭേദഗതിയിൽ ഉണ്ട് എന്നുള്ളത് പ്രതീക്ഷാ നിർഭരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശത്തെ തകർക്കാനുള്ള വലിയ ഗൂഢനീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ വളരുന്ന തലമുറയുടെ ശോഭനമായ ഭാവിക്ക് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളതും ഈ ബില്ലിന്റെ ഒരു പ്രസക്തമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം പ്രതീക്ഷയുടെ ഒരു തുരുത്തായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞു. സമയപരിമിതിയില്ല, അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. എങ്കിലും തൊട്ടടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട ആനുകാലികത്തിൽ വന്ന ഒരു ലേഖനത്തിന്റെ ഒരു വാചകം മാത്രം ഒരു ഖണ്ഡിക മാത്രം ഞാൻ വായിക്കാം. രാജ്യത്തെ മികച്ച 10 പൊതു സർവകലാശാലകളിൽ കേരള സർവകലാശാലയ്ക്ക് 5ാം റാങ്കും കുസാറ്റിന് 6ാം റാങ്കും ലഭിച്ചു. MG 17, കാലിക്കട്ട് 38, കണ്ണൂർ 72. ആദ്യത്തെ 100ലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളും. അതുപോലെ തന്നെ രാജ്യത്തെ മികച്ച 300 കോളേജുകളിൽ 4-1 ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ തിളക്കത്തിന്റെ പ്രതീകമാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ നിയമസഭാ സമ്മേളനം 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനം 2 വിധത്തിൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് സാർ. ഒന്ന്, ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന സുപ്രധാനമായ കേരളത്തിന്റെ ചരിത്രത്തിൽ, ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെടുന്ന സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾക്ക് ഈ സഭ വേദിയായി സാർ. ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബില്ല്, തൊട്ടു മുമ്പൊക്കെ വന്ന നമ്മുടെ കിടപ്പാട സംരക്ഷണ ബില്ല്, സേവനാവകാശ ബില്ല്, മലയാള ഭാഷ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബില്ല്, അധിക ഭൂമി ക്രമവൽക്കരിക്കുന്നതിനുള്ള ബില്ല്, അതേപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പ്രദേശം മലയോര മേഖലകളെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി, അത് വളരെ പ്രധാനപ്പെട്ടതാണ് സാർ. കാരണം ഇന്ത്യ രാജ്യത്ത് 72-ൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വന്യജീവികൾക്ക് മനുഷ്യനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമം പിന്നീട് ആ കോൺഗ്രസ് സർക്കാരുകളും ഇപ്പോഴുള്ള BJP സർക്കാരുമെല്ലാം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരുന്ന ഒരു നിയമത്തെ ജനോന്മുഖമായി കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് തിരുത്താൻ കൺകറന്റ് ലിസ്റ്റ് ആണ് എന്നുള്ളതിന്റെ നിലയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനം മുന്നോട്ട് വന്നത് കേരളവും LDF ഭരിക്കുന്ന ഈ സർക്കാരാണ് എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേസമയം അത്തരത്തിൽ ചരിത്രപരമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ട് പ്രസക്തമാകുമ്പോൾ ഒരു പ്രതിപക്ഷം എത്രമാത്രം തരം താണാം, ജനാധിപത്യ വ്യവസ്ഥയിൽ എത്രമാത്രം അപജയത്തിലേക്ക് പോകാം എന്നുള്ളതിൻ്റെ കൂടി കാലം രേഖപ്പെടുത്തുന്ന, ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ നിയമസഭാ സമ്മേളനം കണ്ടു എന്നുള്ളത് ലജ്ജാകരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചുരുക്കാൻ സാർ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. ബില്ലിനല്ലേ ഉള്ള അല്പം സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന അവര് ഇവിടെ ഉന്നയിക്കുന്ന വിഷയം നമുക്കറിയാം. അത് കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും സുതാര്യവും ഏറ്റവും മികച്ച നിലയിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിലൊന്നും ഈ ഗവൺമെന്റിന് മറയ്ക്കാനില്ലെന്നും ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് എന്നും ഉപ്പ് തിന്നവരാരായാലും വെള്ളം കുടിക്കുമെന്നും അതിശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയെടുത്ത് ആ വിഷയം സഭയുടെ ഫ്ലോറിൽ നിയമാനുസൃതമുള്ള ഒരു രൂപത്തിലും റൂൾ 50 ആയിട്ടോ സബ്മിഷൻ ആയിട്ടോ കോളിംഗ് അറ്റൻഷൻ ആയിട്ടോ യാതൊരു വിധത്തിലും ഉന്നയിക്കാതെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി സഭയുടെ നടപടികളാകെ
അംഗങ്ങളുടെ അവകാശമായ ചോദ്യോത്തര വേള വരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് Please conclude. സമ്മേളനം തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതി. ഇനി അതിനാസ്പദമായി അവർ പറയുന്ന വിഷയങ്ങൾ എന്ന് നടന്നു 2019. ഇപ്പൊ അവർ ആവശ്യപ്പെടുന്നത് എന്താ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട ശ്രീ വി എൻ വാസവൻ അയ്യപ്പ സംഗമം ഏറ്റവും ഭംഗിയായി നടത്തി. ശബരിമല തീർത്ഥാടകൻ, ഞാൻ എരുമേലിയെ പ്രതികരിക്കുന്ന മെമ്പറാ, ഏറ്റവും നല്ല നിലയിൽ 1 മിനിറ്റ് കൂടെ ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി നടത്തി. നമ്മുടെ തൃശ്ശൂർ പൂരം ഏറ്റവും ഭംഗിയായിട്ട് നടത്തി. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് വല്ലാതെ അസഹിഷ്യ. അവർ കോടതിയിൽ തോറ്റുപോകുന്നു, സഭയിൽ തോറ്റുപോകുന്നു, ജനങ്ങളുടെ മുമ്പിൽ തോറ്റുപോകുന്നു. അപ്പോ 2019 സംഭവത്തിന് ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ലോജിക്ക് എന്താ സാർ? VD സതീശന് പനി വന്നാൽ PK കുഞ്ഞാലിക്കുട്ടി മരുന്ന് കുടിച്ചാൽ മാറുമോ സാർ? ഈ ലോജിക്കുമായി മുന്നോട്ട് പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഈ സംസ്ഥാനത്തിന് ഏറ്റവും വലിയ അപമാനം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിക്കുന്നതിന് ഉപകരിക്കുന്ന, അതിന്റെ സ്വയംഭരണ അവകാശത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഈ ഭേദഗതിയെ എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ. താങ്ക് യു. ശ്രീമതി ദിലീപക്ക് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, ഞാൻ ഈ ഭേദഗതിയെ അവതരിപ്പിക്കുകയാണ് സാർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സർവകലാശാലകളിലും കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒരു വലിയ ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സാർ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രകമ്പനം ഉണ്ട് സാർ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പിലാകത്തില്ല. കാരണം വെച്ചാൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് സാർ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ എത്രയും വേഗത്തിലും ഗുണമേന്മ ഉറപ്പാക്കിയും ലഭിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു സാർ. ഇപ്രകാരമുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കാലാകാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ഉത്കണ്ഠകൾക്കൊക്കെ ഇന്നിപ്പോൾ ഒരു പരിധിവരെ അവർക്ക് വളരെയധികം പരിഹാരം ഇപ്പോൾ നേടുവാൻ സാധിച്ചിട്ടുണ്ട് സാർ. സാർ, KREP എന്ന പേരിൽ സർക്കാർ നടപ്പിലാക്കിയ സമഗ്ര എൻ്റർപ്രൈസ് റിസോഴ്സ് സംവിധാനത്തിൻ്റെ ആദ്യഘട്ടം കണ്ണൂർ സർവകലാശാല പൂർണ്ണമായി നടപ്പിലാക്കി സാർ. അതുകൂടാതെ സർവകലാശാല റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മാർക്ക് ലിസ്റ്റ് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാകുന്ന വേഗത കൈവരിക്കുവാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട് സാർ. സംസ്കൃതം, മലയാളം സർവകലാശാലകൾ KREP നടപ്പിലാക്കി വരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ ആദ്യപാദം നടപ്പിലായി. മറ്റ് സർവകലാശാലകളും KREP നടപ്പിലാക്കുന്നതോടെ വിദ്യാർത്ഥികളുടെ അക്കാഡമിക് രേഖകൾ കൈമാറുന്നതിനും പരിശോധിക്കുന്നതിനും നമുക്ക് താമസം തീരെ ഉണ്ടാകുന്നില്ല. ഇത് വളരെയധികം എളുപ്പത്തിൽ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. നമുക്ക് അഭിമാനത്തോടുകൂടി നമുക്ക് നിലകൊള്ളുവാൻ സാധിക്കും സാർ. മാർക്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയെല്ലാം ഡിജിറ്റലായി തത്സമയം ലഭിക്കുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ തയ്യാറാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കി വരുന്നതും ഇനിയും നടപ്പിലാക്കേണ്ടതുമായ എല്ലാ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കും നെടുനായകത്വം വഹിക്കേണ്ട സംവിധാനമാണ് സർവകലാശാല സിൻഡിക്കേറ്റുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടത് സാർ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജനാധിപത്യ സംവിധാനങ്ങളാണ് സിൻഡിക്കേറ്റുകൾ. അല്ലാതെ വൈസ് ചാൻസലർ എന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല സിൻഡിക്കേറ്റുകൾ പ്രവർത്തിക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസം ചെയ്തവർ, നമ്മൾ ബിരുദാനന്തര ബിരുദമൊക്കെ ചെയ്തവരാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ വേദിയുടെ മുന്നിൽ വന്ന ഈ പ്രശ്നങ്ങൾ, ഇതിനുള്ളിൽ പലരും ആ പ്രശ്നങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു, തല്ലുപിടിക്കുവാനുണ്ടായിരുന്നു. ഇതൊക്കെ എത്ര വളരെ നാണക്കേടായിട്ടുള്ള ഒരു അവസ്ഥകളിലേക്ക് നമ്മളിന്ന് കടന്നു പോകുന്നുണ്ട് സാർ. സാർ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന പൊതുസമൂഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം പ്രധാനമായും ഏറ്റെടുക്കേണ്ട ഭരണനിർവഹണ സംവിധാനമാണ് സിൻഡിക്കേറ്റുകൾ സാർ. ചിലപ്പോഴെങ്കിലും വൈസ് ചാൻസലർമാർ തങ്ങളുടെ അധികാര പരിധിക്ക് പുറത്ത് തീരുമാനങ്ങൾ എടുക്കുകയും നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സിൻഡിക്കേറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് സർവകലാശാലകളുടെ സുഗമമായ പ്രവർത്തനത്തിനും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കുറുക്കു വഴികളിലൂടെ നിരന്തരമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ഇടപെടുവാൻ കേന്ദ്ര സർക്കാരും സംഘപരിവാർ സംഘടനകളും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. കേരള യൂണിവേഴ്സിറ്റിക്ക് അടക്കം NAAC അക്രഡിറ്റേഷനിൽ A++ പദവി ലഭ്യമായത് നമ്മുടെ സർവകലാശാലകളുടെ സ്വതന്ത്രവും നീതിയുക്തവുമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് സാർ. ഈ ബില്ല് നടപ്പിലാക്കുന്നത് വഴി നമ്മുടെ മക്കളുടെയും കുടുംബങ്ങളുടെയും ഈ രാജ്യത്തിൻ്റെ തന്നെയും അഭിമാനമാണ് സാർ കാത്തു സൂക്ഷിക്കുന്നത്. ഭാവിയാണ് സാർ, നമ്മുടെ നാടിൻ്റെ ഭാവിയാണ്. ഏതായാലും ഒരിക്കൽ കൂടി ഈ ബില്ലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് സാർ. താങ്ക് യു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം നീതിന്യായ വകുപ്പ് മന്ത്രി. സർ,
നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സർവകലാശാലകളുടെ സമഗ്രമായ ഗുണമേന്മ വർധനവിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് NIRF റാങ്കിങ്ങും NAAC അക്രഡിറ്റേഷനും മായി ബന്ധപ്പെട്ട് നാം ആർജിച്ചിട്ടുള്ള നേട്ടങ്ങൾ. ഇതിനെല്ലാം വലിയ മുൻകൈ എടുത്തിട്ടുള്ളത് നമ്മുടെ സർവകലാശാലയിലെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളാണ്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിന് രൂപം നൽകി ഇൻ്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉറപ്പുവരുത്തുന്ന 4-year UG പ്രോഗ്രാം സമയബന്ധിതമായിട്ട് ലോഞ്ച് ചെയ്യുന്നതിനും അതിൻ്റെ മുന്നോട്ടു പോക്ക് പ്രയാസങ്ങളില്ലാതെ ഉറപ്പുവരുത്തുന്നതിനും സാധിച്ചത് അത്തരം ഭരണ സംവിധാനങ്ങളുടെ ജാഗ്രതാപൂർണമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. സമഗ്ര പരിഷ്കരണം എഞ്ചിനീയറിംഗ് മേഖലയിലും ഏറ്റെടുക്കാനായിട്ടുണ്ട്. ഇന്റേൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് എഞ്ചിനീയറിംഗ് കരിക്കുലവും റിവൈസ് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി 6159 വിദ്യാർത്ഥികളുടെ വർധനവ് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കരിക്കുലം പരിഷ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ നടപ്പാക്കിയ N-1 സെമസ്റ്റർ സമ്പ്രദായം, നമ്മുടേത് മാത്രമായ ആ മോഡൽ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിയിരിക്കുകയാണ്. നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് ഡൽഹി സർവകലാശാല ഈ വർഷം മുതൽ ഓണേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്ക് നൽകി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെ ഏറ്റവും ഗുണമേന്മയുള്ളതാക്കി മാറ്റുക എന്ന ലക്ഷ്യവും നാം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൻ്റെ ഇത്തവണത്തെ പട്ടിക വരുമ്പോൾ അതിന് ഉത്തമ നിദർശനമായിട്ടാണ് നമ്മുടെ സർവകലാശാലകളുടെ റാങ്കിംഗ് വന്നിട്ടുള്ളത്. NAAC അക്രഡിറ്റേഷനിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ മികച്ച 10 പൊതുസർവകലാശാലകളിൽ 2 കേരളത്തിലാണ്. ആദ്യത്തെ 50-ൽ 4 കേരളത്തിലാണ്. നമ്മുടെ കേരള സർവകലാശാല പൊതുസർവകലാശാലകളുടെ ലിസ്റ്റിൽ 5-ാം സ്ഥാനവും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പൊതുസർവകലാശാലകളുടെ ലിസ്റ്റിൽ 6-ാം സ്ഥാനവും നേടി. മഹാത്മാഗാന്ധി സർവകലാശാല പൊതുസർവകലാശാല ലിസ്റ്റിൽ 17-ാം റാങ്കും കാലിക്കറ്റ് സർവകലാശാല 38-ാം റാങ്കും നേടി. കണ്ണൂർ സർവകലാശാല പ്രായത്തിൽ കുറവുള്ള സർവകലാശാലയാണ്. ആ സർവകലാശാല 51-100 ബാൻഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. NIRF റാങ്കിങ്ങിൽ കോളേജുകളുടെ റാങ്കിങ്ങും ശക്തമായ നിലയിൽ ഉയർന്നിട്ടുണ്ട്. ആകെ 74 സ്ഥാപനങ്ങൾ ആദ്യ 300-ൽ ഇടം നേടിയിട്ടുണ്ട്. ആദ്യ 100-ൽ 18 കോളേജുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ 4 സർക്കാർ കോളേജുകളാണ്. 101-150 ബാൻഡിൽ 5 ഗവൺമെൻറ് കോളേജുകളും 5 സ്വകാര്യ കോളേജുകളുമുണ്ട്. 151-200 ബാൻഡിൽ 3 ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ 9 കോളേജുകൾ ഉൾപ്പെടുന്നു. 201-300 ബാൻഡിൽ 6 ഗവൺമെൻറ് കോളേജുകൾ ഉൾപ്പെടെ 37 കോളേജുകൾ പട്ടികപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ കേരളത്തിൽ 18 ഗവൺമെൻറ് കോളേജുകളും 56 എയ്ഡഡ് കോളേജുകളും മികച്ച 300-ൽ ഇടം നേടിയിട്ടുണ്ട്. ടൈംസ് റാങ്കിങ്ങിലും QS റാങ്കിങ്ങിലും കേരളത്തിലെ സർവകലാശാലകൾ അന്തസ്സുറ്റ നിലയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. NAAC അക്രഡിറ്റേഷനിൽ കേരള MG സർവകലാശാലകൾ A++ഉം കാലിക്കറ്റ്, കാലടി സംസ്കൃത സർവകലാശാല, കുസാറ്റ് ഇവ A+ ഗ്രേഡും നേടിയിരിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി B+ നേടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 31 കലാലയങ്ങൾക്ക് A++, 51 കലാലയങ്ങൾക്ക് A+, 91 കലാലയങ്ങൾക്ക് A ഗ്രേഡ് എന്നിങ്ങനെ നേടാനായി. അതായത് A ഗ്രേഡിന് മുകളിൽ 173 കലാലയങ്ങളുണ്ട് കേരളത്തിൽ. NIRF റാങ്കിങ്ങിൽ ആദ്യ 300 കലാലയങ്ങളുടെ പട്ടികയിൽ 74 എണ്ണം എന്ന് പറയുമ്പോൾ രാജ്യത്തെ മികച്ച കോളേജുകളിൽ 24.6% ഈ കേരള സംസ്ഥാനത്ത് നിന്നാണ് എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം സർവകലാശാലകൾക്കും A+ അല്ലെങ്കിൽ A ഗ്രേഡ് എന്ന അസാധാരണ മികവുള്ള സംസ്ഥാനമായിട്ട് കേരളം മുന്നേറുകയാണ്. റാങ്കിങ്ങും അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ആർജിച്ച നേട്ടങ്ങൾ വിദ്യാർത്ഥികളുടെ കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് വരുന്നതിന് സഹായകരമായിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷയിലും പ്രവേശനത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. 2620 വിദേശ വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയിലും
902 വിദേശ വിദ്യാർത്ഥികൾ മഹാത്മാഗാന്ധിയിലും കുസാറ്റിൽ 1750 വിദേശ വിദ്യാർത്ഥികളും അപേക്ഷ സമർപ്പിച്ചു. ഈ സർവകലാശാലകളിൽ ഇപ്പോൾ തന്നെ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രക്രിയ പൂർത്തീകരിച്ചത് പരിശോധിക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ സർവകലാശാലകൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രം നമുക്ക് ലഭ്യമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നടപ്പിലാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. ഇവിടെ പരാമർശിച്ചതുപോലെ ഏകീകൃത അക്കാദമിക് കലണ്ടർ രൂപീകരിക്കുകയും സമയബന്ധിതമായിട്ട് പരീക്ഷയും പുനർമൂല്യനിർണ്ണയവും സപ്ലിമെൻ്ററി പരീക്ഷയുമെല്ലാം നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് ചോയ്സുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പരീക്ഷകളുടെ എണ്ണം മുൻകാലത്തേക്കാൾ അധികരിച്ചിട്ടുണ്ട്. എങ്കിലും അക്കാദമിക് കലണ്ടർ അനുസരിച്ച് കൃത്യമായി പരീക്ഷയും ഫലപ്രഖ്യാപനവും നടത്താൻ സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല ആദ്യ സെമസ്റ്റർ പരീക്ഷ 9-12-24 പൂർത്തീകരിച്ച് 18-12-24 ഫലപ്രഖ്യാപനം നടത്തി. 25-26 അധ്യയന വർഷത്തിൽ കേരള സർവകലാശാലയിൽ 2620 വിദേശ വിദ്യാർത്ഥികളും ഒക്കെ അപേക്ഷ സമർപ്പിച്ച സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ പരീക്ഷകൾ ഫലപ്രദമായ വിധത്തിൽ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. 25-11-24 ആദ്യ സെമസ്റ്റർ പരീക്ഷ പൂർത്തീകരിക്കുകയും 20-12-24 ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. MG സർവകലാശാല ഡിസംബർ 18 പരീക്ഷ പൂർത്തീകരിച്ച് ഡിസംബർ 21 ഫലപ്രഖ്യാപനം നടത്തി. എല്ലാ സർവകലാശാലകളും ആ രീതിയിൽ തന്നെയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സമയബന്ധിതമായിട്ട് പരീക്ഷകളും ഫലപ്രഖ്യാപനവും നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു നേട്ടമായിട്ട് തന്നെ പരാമർശിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ രംഗത്തുണ്ടാകുന്ന കുതിച്ചുചാട്ടം പഠന പ്രക്രിയയിലേക്ക് ഉൾച്ചേർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആഗോളതലത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ KLearn എന്ന ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനുള്ള സമഗ്ര പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. ഓൺലൈൻ ക്ലാസുകളും കോഴ്സുകളും എല്ലാം നൽകുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് KLearn. പഴയ ക്ലാസ് മുറികളുടെയും സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതികളുടെയും വേലിക്കെട്ടുകൾ പൊളിച്ച് ആധുനിക വിദ്യാഭ്യാസ രീതികൾ പ്രയോഗിക്കുന്ന സ്വഭാവത്തിലേക്ക് നമ്മുടെ സർവകലാശാലകൾ പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഇക്വാളിറ്റി, സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നീ മികവിൻ്റെ കേന്ദ്രങ്ങൾ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ വികസനത്തിനും എല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയിൽ ഉൾപ്പെടെ നമുക്ക് നേട്ടങ്ങൾ ആർജിക്കാൻ സാധിക്കുന്നുണ്ട്. ജെൻഡർ പാരിറ്റി ഇൻഡെക്സിൽ രാജ്യത്ത് 1ാം സ്ഥാനമുണ്ട്. എല്ലാ നേട്ടങ്ങളും സമയപരിമിതിക്കുള്ളിൽ വിശദീകരിക്കുന്നില്ല. കിഫ്ബി പദ്ധതി പ്രകാരവും റൂസ പദ്ധതി പ്രകാരവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ തന്നെ 2000 കോടി രൂപയിൽ പരം തുക ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ പരീക്ഷണശാലകളുടെ കോംപ്ലക്സുകളും ക്ലാസ് റൂമുകളും അക്കാദമിക് ബ്ലോക്കുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും എല്ലാം നവീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗവേഷണ ഫെല്ലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും വലിയ രീതിയിൽ വിതരണം ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകൾ, മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം, ഗവേഷണ പ്രതിഭകൾക്ക് നൽകുന്ന കൈരളി അവാർഡുകൾ തുടങ്ങി രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെല്ലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും നൽകുന്ന സംസ്ഥാനമായി കൂടി കേരളം മാറിയിരിക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ കേരള നോളജ് കൺസോർഷ്യം സെൻ്ററുകളും സ്ഥാപിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇത്തരത്തിലുള്ള തിളക്കമാർന്ന നേട്ടങ്ങളൊക്കെ സ്വാംശീകരിക്കുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് അത്യന്തം അപലപനീയമാണ്. ഈ നിയമസഭ തന്നെ പാസാക്കിയ നിയമങ്ങളുടെ ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ
ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടെടുക്കുന്ന ഏകപക്ഷീയവും ഏകാധിപത്യപരവുമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളും സർവകലാശാലകളുടെ മുന്നേറ്റത്തിന് മുന്നിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കേരള സംസ്ഥാനത്തിനകത്ത് സർവകലാശാലകളിലെ ജനാധിപത്യ ഭരണ സംവിധാനങ്ങൾക്ക് അവ ഉദ്ദേശിക്കുന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭേദഗതിയാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. തികച്ചും പ്രതിലോമകരവും കാലഹരണപ്പെട്ടതും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അസമത്വജടിലമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള പ്രത്യയശാസ്ത്ര ധാരകളെ സർവകലാശാലകളിലേക്ക് ആനയിക്കുന്നതിനുള്ള കുൽസിത ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാരും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റുകളെ കൃത്യമായ പ്രവർത്തനത്തിന് അനുവദിക്കാൻ ഇട നൽകുന്ന തരത്തിലുള്ള ഈ ബില്ല് പാസ്സാക്കുന്നതിന് സഭ തയ്യാറാകണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. ശ്രീ E.T. ടൈസൺ മാസ്റ്റർ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. CM നൌഷാദ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ 3-ാം നമ്പർ ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീമതി ദലീമ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 4-ാം നമ്പർ ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ലുകൾ പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ 2-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 135 ശ്രീ മുരളി പെരുന്നെല്ലി യെസ്. 137, 155 ശ്രീ PS സുബാൽ നോട്ട് ഇൻ ദി സീറ്റ്. 141 ശ്രീ P മമ്മിക്കുട്ടി നോട്ട് ഇൻ ദി സീറ്റ്. 143 ശ്രീ ലിൻഡോ ജോസഫ് നോട്ട് ഇൻ ദി സീറ്റ്. 149 ശ്രീ DK മുരളി നോട്ട് ഇൻ ദി സീറ്റ്. 151 ശ്രീ AC മൊയ്തീൻ യെസ്. 153 ശ്രീ PP ചിത്തരഞ്ജൻ. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതി നമ്പർ 135 ശ്രീ മുരളി പെരുന്നെല്ലി MLA നോട്ടീസ് നൽകിയത് സ്വീകരിക്കുന്നു. ശ്രീ M രാജഗോപാലൻ നോട്ടീസ് നൽകിയത് സമാനമാണ്. 135 ഭേദഗതി ഒഴികെ മറ്റെല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 2-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 2-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 163, 181 ശ്രീ മുഹമ്മദ് മുഹസിൻ നോട്ട് ഇൻ ദ സീറ്റ്. 167 ശ്രീമതി U പ്രതിഭ യെസ്. 169 ശ്രീ H സലാം നോട്ട് ഇൻ ദ സീറ്റ്. 175 ശ്രീ IB സതീഷ് നോട്ട് ഇൻ ദ സീറ്റ് യെസ് യെസ് യെസ്. 177 ശ്രീ PV ശ്രീനിജൻ യെസ്. 179 ശ്രീ KV സുമേഷ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതികൾ സ്വീകരിക്കേണ്ടതില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. 3-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 3-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 4-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 189, 205 ശ്രീ E ചന്ദ്രശേഖരൻ യെസ്. 192 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്. 194 ശ്രീ KN ഉണ്ണികൃഷ്ണൻ യെസ്. 199 ശ്രീ സേവിയർ ചിറ്റിലപ്പള്ളി യെസ്. 201 ശ്രീ NK അക്ബർ യെസ്. 203 ശ്രീ PP ചിത്തരഞ്ജൻ നോട്ട് ഇൻ ദി സീറ്റ്
ബഹുമാനപ്പെട്ട മന്ത്രി. ഭേദഗതികളൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. 4-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 4-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 5-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 212 ശ്രീമതി ദലീമ, യെസ്. 214 ശ്രീ CK ഹരീന്ദ്രൻ, നോട്ട് യെസ്. 219 ശ്രീ KU ജനീഷ് കുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 221 ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, നോട്ട് ഇൻ ദ സീറ്റ്. യെസ്, സോറി, യെസ്. 223 ശ്രീ ലിൻഡോ ജോസഫ്, നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതികളൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. 5-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 5-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 6-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 232 ശ്രീ AC മൊയ്തീൻ, യെസ്. 234 ശ്രീ KJ മാക്സി, നോട്ട് ഇൻ ദി സീറ്റ്. 236 ശ്രീ P മമ്മിക്കുട്ടി, യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതികളൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. 6-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 6-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 7-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 242 ശ്രീ മുരളി പെരുന്നള്ളി, യെസ്. 246 P നന്ദകുമാർ, നോട്ട് ഇൻ ദി സീറ്റ്. 249 ശ്രീ UR പ്രദീപ്, യെസ്. 251 ശ്രീ VK പ്രശാന്ത്, നോട്ട് ഇൻ ദി സീറ്റ്. 253 ശ്രീമതി U പ്രതിഭ, യെസ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതികൾ സ്വീകരിക്കേണ്ടതില്ല. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. 7-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 7-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 8-ാം വകുപ്പ് ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 259 CA രാജ, യെസ്. 261 264 ശ്രീ KK രാമചന്ദ്രൻ, 266 ശ്രീ P നന്ദകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. 268 ശ്രീ M മുകേഷ്, നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതി നമ്പർ 259 ശ്രീ A രാജ MLA നോട്ടീസ് നൽകി. ബഹുമാനപ്പെട്ട മന്ത്രി അംഗീകരിച്ച വകുപ്പ് ഒഴികെ 259 ഒഴികെയുള്ള എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. 8-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 8-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 9-ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 274 ശ്രീ NK അക്ബർ, യെസ്. 276 ശ്രീ K അൻസലൻ, യെസ്. 278 CR, 281 ശ്രീമതി U പ്രതിഭ, 283 VK പ്രശാന്ത്, നോട്ട് ഇൻ ദ സീറ്റ്. 285 ശ്രീ TP രാമകൃഷ്ണൻ. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതികളൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. 9-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 9-ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 105 124 ശ്രീ മുഹമ്മദ് മൊഹ്സിൻ, നോട്ട് ഇൻ ദ സീറ്റ്. 109 TP രാമകൃഷ്ണൻ, 111 120 ശ്രീ PS സുബാൽ, നോട്ട് യെസ്. 115 ശ്രീ M നൌഷാദ്, നോട്ട് ഇൻ ദ സീറ്റ്. 117 ശ്രീ E ചന്ദ്രശേഖരൻ. ബഹുമാനപ്പെട്ട മന്ത്രി, ഭേദഗതികളൊന്നും സ്വീകരിക്കേണ്ടതില്ല. ഭേദഗതികളെല്ലാം തള്ളിയിരിക്കുന്നു. 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 3-ാം വായന. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു 2025 സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. 2025 സർവകലാശാലാ നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 3-ാം നമ്പർ ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.